കാറ്റത്തി കിളിക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ നികേഷിനെ കാണാനൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ നികേഷിനെയൊക്കെ വന്ന് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നികേഷിനത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നീ മരുന്നൊക്കെ കഴിക്കുന്നോടാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിലും നിധി അവിടെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ നിധിയെടുത്ത് പറയുന്നുണ്ട്, മോളെ അവന് വയ്യാതിരുന്ന സമയത്ത് മൊത്തം മോളെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളെ നിധിക്കൊരു വിഷമമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടൻ ചോദിക്കണം, മോളെ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ആ സുഭാഷ് ചേട്ടൻ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷ് ആണെങ്കിൽ പോയിരുന്നു നിധിക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധി പറയുന്നുണ്ട്, എത്ര നാളായി സുഭാഷ് ചേട്ടൻ ഇങ്ങനത്തെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് പെട്ടെന്ന് പോയി ആണെങ്കിൽ നിധിക്ക് ദോശയൊക്കെ ചുട്ടുകൊണ്ട് വന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നികേഷ് ഇരുന്നൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിധിയെ കണ്ടതിന് ശേഷം നമ്മൾ നികേഷും ആണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നത് കണ്ട ഏട്ടത്തിയെ കണ്ടതിന് ശേഷം അവനും ആഹാരം കഴിക്കുന്നതൊക്കെ കണ്ടാന്നൊക്കെ നമ്മൾ സുധീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മുട്ട ദോശയൊക്കെ ചുട്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ഈ ആഹാരമൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്ത എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷേട്ടൻ വീണ്ടും ഒക്കെ ഇങ്ങനെ ദോശയൊക്കെ ചുട്ട് കൊടുക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, മതി ചേട്ടാ എൻ്റെ വയറ് നിറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നികേഷിൻ്റെ പകുതി അസുഖമൊക്കെ കുറഞ്ഞിട്ട് നിധി ആണെങ്കിൽ നമ്മൾ നികേഷിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടാക്കാൻ മോളെ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ പിറക്കെ നമ്മൾ സുധീഷ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ കൊണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുഭാഷേട്ടൻ വന്നിട്ട് പറയും, മോളെ കറി അടുപ്പത്തിരിക്കുന്നു ഞാനത് ഓർത്തില്ല എന്ന് പറയുമ്പോൾ സുധീഷ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നിധി പറയും, വേണ്ട ഏട്ടാ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കേൾക്കാൻ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയുടെ പിറക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയുടെ പിറക്കെ പോയിട്ടാണെങ്കിൽ ഇങ്ങനെ അവിടെ പോകുന്ന സമയത്താണെങ്കിൽ അങ്ങനെ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഓഹോ നിൻ്റെ ഭാര്യ പണങ്ങി പോയിട്ട് തിരിച്ച് വന്നോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കാണെങ്കിൽ നിധിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നത്, അയ്യോ ഞാൻ കാരണം നിങ്ങളെ കുടുംബത്തിന് ചീത്തപ്പേര് കേട്ടെന്ന് നിൽക്കുമ്പോൾ നമ്മളെ സുധീഷ് പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിന് ഇപ്പം നല്ല പേരല്ലേ, അതൊക്കെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധി ആണെങ്കിൽ അവർ ഓട്ടോയ്ക്കകത്ത് കയറി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണ് നിധി ആണെങ്കിൽ സുധീഷിൻ്റെ കാര്യവും അവിടെ നിധി നിന്ന് ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണെങ്കിൽ നിധി കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ നിധി ആണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോയിട്ടാണെങ്കിൽ പിന്നെ നേരെ അങ്ങ് ഓഫീസിലോട്ട് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പിറക്കെ നമ്മളെ സുധീഷാണെങ്കിലും ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ നമ്മളെ നിധിയുടെ പിറക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നിധി അടുത്തൊക്കെ പോയി സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, നിധി ദേവി ചെയ്ത് വരണം, എനിക്ക് വേണ്ടി വരണ്ട, പിന്നെ ആ വീട്ടിൽ അവിടെ ഉള്ളവരെ ഓർത്തിട്ടെങ്കിലും നിധി ഒന്ന് ഓർത്തിട്ട് നിധിക്ക് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പറയുന്നുണ്ട്, നിധിയെ കാത്ത് അവിടെ വീട്ടിലൊരാൾ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതാരാ എന്നെ കാത്ത് അവിടെ ഇരിക്കാമെന്നൊക്കെ പറയുമ്പോൾ ആ ബാത്റൂം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നിധി ആരും ഉദ്ഘാടനം ചെയ്യാതെ അവിടെ ഇരിക്കാൻ, നിധി വന്നിട്ട് വേണം അത് ഉദ്ഘാടനമൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് അറിയുമോ എന്തായാലും ഇവിടെ ദേഷ്യം കുറച്ച് കുറഞ്ഞെന്നൊക്കെ തോന്നുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും പിന്നെ നമ്മളെ നിധി തിരിച്ച് വരുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധി വരുമോ പ്ലീസ് എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോയാലെങ്കിലും നിധി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിധി പറയുന്നത്, ആ താൻ പോയി കഴിഞ്ഞാൽ ഞാൻ വരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം സുധീഷാണെങ്കിൽ, ഓ ഇനി ഞാനാണെങ്കിൽ ഇവിടുന്ന് പോവേണ്ടി വരുമോ എന്നൊക്കെ നമ്മളെ സുധീഷ് ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തുകൊണ്ട് നിധി ഓഫീസിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നിധിയാണെങ്കിലും കാണിക്കുന്ന നമ്മൾ തിരിച്ച് കിളിക്കുള്ളിലേക്ക് നിധി പോകാൻ വേണ്ടിയൊക്കെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ, അയാൾക്ക് മാപ്പൊക്കെ കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട്, അത് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹവും കാര്യങ്ങളൊന്നും അല്ല, എനിക്കും ആ വീട്ടുകാരുമായിട്ട് കുറച്ച് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ തിരിച്ച് പോകാൻ വേണ്ടി എല്ലാം പാക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുഭാഷ് ഏട്ടനും അതുപോലെ നമ്മളെ നികേഷും കൂടെ വന്നിട്ട് നമ്മളെ നിധി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചവർ വരുന്ന സമയത്താണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ആരതി എടുക്കണ്ടേ, ഏട്ടത്തി കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നതെന്നൊക്കെ പറയുമ്പം നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോടാ, എന്തായാലും അവൾ കയറിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ കയറി എല്ലാം അകത്ത് കയറിയിരിക്കുന്ന സമയത്താണ് നമ്മളെ സുധീഷിനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സുധീഷാണെങ്കിൽ റൂമിലൊക്കെ കയറി കിടന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് അവിടെ കിടക്കുവാൻ തോന്നും. അപ്പം നമ്മൾ നിധിയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് നോക്കും, എന്നിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി അങ്ങോട്ട് വന്നേക്കെ കാണുമ്പോൾ നമ്മൾ സുധീഷിനൊരു ഷോക്കൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ ഇങ്ങനെ കട്ടിലോട്ടൊക്കെ വീഴുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.